ഈ ഒരു പിടി വളമുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ഓമയിൽ മരം കാണാത്ത രീതിയിൽ ഓമയ്ക്ക കിളിക്കും. അകത്തേക്ക് നോക്കി നമ്മുടെ ഒരു ഓമ മരം നിൽക്കുന്നത് കാണാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു ഓമ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് റെഡ് ലേഡി പപ്പായാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 9 മൂടോളം തൈ എൻ്റെ ഒരു പറമ്പിൽ വെച്ചിരുന്നു. ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ വെച്ചിട്ട്. എന്നിട്ട് തന്നെ നല്ല പൊക്കത്തിലേക്കായി കേട്ടോ. ഒരു 2 അടി 3 അടി ഹൈറ്റിലേക്കൊക്കെ ആയി. പക്ഷേ നമുക്കിവിടെ ഇപ്പം കുറച്ച് വിഷമം വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 അടിയോളം പൊക്കം വന്ന നമ്മുടെ 2 ഓമ കഴിഞ്ഞ ദിവസം രാത്രി പന്നി ഇറങ്ങി നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. വേണ്ടോ, മുഴുവൻ കുടിച്ച് പറിച്ച് കളഞ്ഞു, കണ്ടിച്ച് കളഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതുപോലെ കണ്ടിച്ച് കളഞ്ഞു. അപ്പോൾ ഇതിന് ഒന്ന് വേലി ചുറ്റണമെന്ന് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കരുതുന്നതാണ്. പക്ഷേ ഇങ്ങനെ കരുതിയിരുന്ന ദിവസം തന്നെ പിറ്റേ ദിവസം വന്നത് ഒടിച്ചു എന്നുള്ളതാണ്. അവിടെ മാത്രമല്ല, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൊക്കത്തി വന്നതാണ്. ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ ചുമ്മാ കടിച്ച് മുറിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഇത് രണ്ടും പോയി. ഇതാ കണ്ടോ. അപ്പോൾ നമുക്ക് വേലി ചുറ്റണം. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു റെഡ് ലേഡിക്ക് വളമിടാനുള്ള സമയമായി കേട്ടോ. നമ്മളിപ്പം ആദ്യം കൊടുത്തിരുന്ന ഈ ഒരു അടിവളം മാത്രമായിരുന്നു ഇപ്പോൾ ഇത്രയും കയറി വന്നത്. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് വളം കൊടുക്കണം. ആ വളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ വളമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റ് ഉണ്ട്, മുട്ടത്തോടുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ കിടക്കുന്ന ഈ അഴുകിപ്പോകുന്ന ടൈപ്പുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നല്ല കമ്പോസ്റ്റ് വളമാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഇരിക്കുന്നത് ചാരമാണ് കേട്ടോ. അപ്പം ഈ 2 ഐറ്റമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പം അത് ഇടുന്നതിനൊരു പ്രത്യേകതയുണ്ട്. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ഓമയുടെ മൂടുണ്ടല്ലോ, ഈ ഒരു ഓമയുടെ മൂട് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. ഈ പറയുന്ന കരിയിലയോ ഇനി അതെല്ലാം നല്ല ചെറിയ പോച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ചെത്തി വൃത്തിയാക്കി എടുക്കുക. ഇത് കാണുമ്പോൾ നമ്മൾ ഈ ഒരു ഓമയുടെ ഇടയ്ക്കൊക്കെ വെച്ചിരിക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ മുള പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് പന്നി ശല്യം ഭയങ്കര ശല്യമാണ്. ചവിട്ടി തെച്ചൊക്കെ പോവാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വൃത്തിയാക്കിയിട്ടേക്കുന്ന നമ്മുടെ ഈ ഒരു ഓമയുടെ മൂട്ടിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ വളമുണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു കമ്പോസ്റ്റിൽ നിന്ന് നമുക്ക് കുറച്ച് വാരി ഇതുപോലെ വാരി നമ്മുടെ ഈ ഒരു ഓമയുടെ മൂട്ടിലേക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വാരി വിതറി കൊടുക്കാം. ഇതുപോലെ ചുമ്മാ ഒന്ന് വാരി വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് അത്യാവശ്യം നമ്മുടെ ഈ ഒരു ചെടിയുടെ മൂട്ടിലേക്ക് അല്ലെങ്കിൽ ഓമയുടെ മൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തത് നമ്മുടെ ഈ ഒരു ചാരമുണ്ടല്ലോ, എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചാരം, അതിൽ നിന്നും ഒരു 2 or 3 പിടി എടുത്ത് നമ്മളിതിനെ മൂട്ടിലേക്ക് ഇടുന്നുണ്ട്. എല്ലാം നമ്മുടെ ഈ ഒരു ജൈവ വളമായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഓമ നല്ല രീതിയിൽ കയറി വരും. അപ്പോൾ ഇത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതിന് മൂട്ടിലേക്ക് മണ്ണ് വെട്ടി അടുപ്പിക്കണം. അതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഓമ മരത്തിൻ്റെ മൂട്ടിലേക്ക് നമ്മളൊരു മണ്ണ് വെട്ടി അടുപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു വളം കാണാൻ കഴിയാത്ത രീതിയിലേക്കാണ് നമ്മളിപ്പം മണ്ണ് വെട്ടി അടുപ്പിച്ചിരിക്കുന്നത്. അതെ, ഇപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതിപ്പം തനിയെ അങ്ങ് വളർന്നോളും. അത് മാത്രമല്ല, നമ്മുടെ ഓമ മരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ പറയുമോ, നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഭയങ്കര, അതായത് ഒരുപാട് വേനലാണെങ്കിൽ മാത്രം ഇടയ്ക്ക് മാസത്തിൽ 1 or 2 തവണ മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തനിയെ ഈ ഒരു സാധനം വളർന്നോളും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു ഓമയ്ക്ക് ചേർത്ത വളം കണ്ടു കാണുമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കരിയില ഉണക്കി പൊടിച്ചതുണ്ട്, പിന്നെ അതുപോലെ മുട്ടത്തോടുണ്ട്, പിന്നെ നമ്മുടെ ഈ ഒരു തേയിലച്ചണ്ടിയില്ലേ, നമ്മുടെ ഈ ഒരു ചായക്കടലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, വെറുതെ കിട്ടും. ആ ഒരു ചായയുടെ ചണ്ടി കൂടെ, അതായത് തേയിലയുടെ ചണ്ടി കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനം നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിനകത്തുണ്ട്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു ചാരം, നമ്മുടെ സാധാ വീട്ടിലെ ഈ വിറക് പൊടിയുന്ന ചാരം. അപ്പോൾ ഇത്രയും മാത്രം മതി. അപ്പോൾ നമ്മൾ വളം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഒരു പന്നി കുത്തി നമ്മുടെ ഇതുപോലെയുള്ള ഈ ഓമ ഇനി മറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പരിപാടിയോടെ ചെയ്യും. അതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ടോ. ഞാനപ്പോൾ ആ ഒരു പറഞ്ഞ പരിപാടി എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, നമ്മുടെ ആ ഒരു ഓമമരത്തിനെ ഞാൻ ചുറ്റിനും കമ്പൊക്കെ കുത്തിയിട്ട് നെറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. അകത്തേക്ക് നോക്കി നമ്മുടെ ഒരു ഓമമരം നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പന്നി കുത്തത്തില്ല എന്നല്ല, നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇതിനെല്ലാം കേട്ടോ, ഒടിഞ്ഞു പോയതിനല്ല, ബാക്കിയുള്ള ഒരു 6 മൂടോളം ഉണ്ട്. ആ ഒരു 6 മൂടിന് നമുക്കിതാ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ കൃഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പന്നി കയറാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഓമമരത്തിന് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഒരു വളമിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും, നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. ബായ്.